മരിച്ചുപോയ കൊല്ലം സുധിയെ വെച്ചിട്ട് രേണു സുധി റീച്ച് ഉണ്ടാക്കി. പക്ഷേ കൊല്ലം സുധിയുടെ മകനായ കിച്ചു സുധി ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. അതായത് മരിച്ചുപോയ അച്ഛന്റെ ആ ഒരു ലേബൽ വെച്ചിട്ട് അവൻ ഒരു രീതി പോലും അവൻ മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാമർശമായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ബീന ആന്റണി ചേച്ചിയുടെ ഹസ്ബൻഡ് മനോജ് ചേട്ടൻ. സോ കിച്ചു സുധിയിൽ പുള്ളിക്കാരൻ ഒരുപാട് അഭിമാനിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മച്ചാൻസ് വ്ലോഗിന് നൽകിയ പോഡ്കാസ്റ്റ് പുള്ളിക്കാരൻ കാണുകയുണ്ടായി. സോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് പുള്ളിക്കാരൻ വീഡിയോയിൽ പങ്കുവച്ചത്. സോ നമുക്ക് ആ വീഡിയോ ആദ്യം തന്നെ ഒന്ന് കണ്ടുനോക്കാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇന്നലെ രാത്രിയാണ് ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു പോഡ്കാസ്റ്റ്. അതായത് ശരിക്കും പറഞ്ഞ സെലിബ്രിറ്റി അല്ല, പക്ഷേ അത്യാവശ്യം ഒരു ചെറിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു അനുഗ്രഹീതനായ കലാകാരൻ്റെ, നമ്മളെയൊക്കെ വിട്ടുപോയ ഒരു അപകടത്തിൽ വിട്ടുപോയ, നമ്മളെയൊക്കെ കുടുകൂടെ ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ, ചലച്ചിത്ര നടൻ, സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയൊക്കെ വളരെയധികം ആരാധകരെ നേടിയ കൊല്ലം സുധി, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വല്ലാത്ത ഒരു ഞെട്ടലുളവാക്കിയ ഇതായിരുന്നു ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ. അതിനുശേഷം പിന്നീട് കൊല്ലം സുധി വളരെയധികം ചർച്ചാ വിഷയമായി. കൊല്ലം സുധിയുടെ ഫാമിലിയും എല്ലാവരുടെ ഇടയിലും ചർച്ചാ വിഷയം. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം. സുധിയുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അന്നാണ് കൂടുതൽ ജനങ്ങൾ അറിയുന്നതും. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കോൺട്രവേഴ്സിയും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാനത് പറയേണ്ട ആവശ്യമില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കിച്ചു. അതായത് സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൻ. അമ്മയെ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അവനെ വിട്ടുപോയി. സുധി അച്ഛനാണ് വളർത്തിയത്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ രണ്ടമ്മമാർ വന്നെങ്കിലും ഈ പത്തമ്മ ജമിഞ്ഞാലും പെറ്റമ്മയാവില്ല എന്ന് പറയുന്ന പോലെ അതൊക്കെ അവൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞ ജേണി അങ്ങനെയായിരുന്നു. അച്ഛനും കൂടെ പോയതോടെ അവൻ പരിപൂർണമായും അനാഥനായി. അവനെ അച്ഛൻ്റെ രക്തത്തിൽ പറഞ്ഞ ഒരു അർത്ഥ സഹോദരൻ അവനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നും കൊണ്ടല്ല, സുധി എനിക്ക് തോന്നുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ടത് മരിച്ചതിന് ശേഷം. അത് പല രീതിയിലും, നല്ല രീതിയിലും എല്ലാം ആളുകൾക്ക് സുധിയുടെ മരണത്തെ, സുധിയെ കണ്ടത്, അല്ലെങ്കിൽ സുധിക്ക് ആ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യണം, സുധിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളും അതൊക്കെ നമുക്കറിയാം. പിന്നെ അതോടൊപ്പം തന്നെ വിവാദങ്ങളും വന്നിട്ടുണ്ട് സുധിയുടെ പല കാര്യങ്ങളും ചൊല്ലി. പക്ഷേ ഇവിടെ ഈ മകൻ അച്ഛൻ്റെ മരണത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. അതിനർത്ഥം രേണു സുധി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ശരിക്കും. എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇപ്പോൾ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രേണു സുധിനെ ഈ ഒരു രീതി കാണേണ്ടി വരുമായിരുന്നു? ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി രേണു സുധി വിവാഹം കഴിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി നമ്മൾ കാണുമായിരുന്നു? ഇല്ല, നമ്മൾ അറിയത്ത് പോലും ഇല്ല. പുള്ളിക്കാരി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയാണ് ഞാൻ എന്ന ലേബലിലാണ് പുള്ളിക്കാരി അറിയപ്പെടുന്നത്. സോ ആ ഒരു മരണത്തെ ദുരുപയോഗം ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധി അല്ലേ എന്ന് ഞാൻ പ്രേക്ഷകരായി നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണം, എനിക്ക് എൻ്റെ കുടുംബം പോറ്റണം എന്ന് പറഞ്ഞ് കിച്ചു സുധി വന്നിരുന്ന് കരയുകയോ കിച്ചു സുധി വന്നിരുന്നു ഇൻ്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവന് പ്രായം 17-18 വയസ്സേ ഉള്ളൂ. എന്നിട്ട് പോലും അതിൻ്റെ പക്വത അവൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രേണു സുധി ഇത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഏതെങ്കിലുമൊക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി സുധിച്ചേട്ടൻ എന്ന് വെച്ച് പറയാറുണ്ട്. ഈ സുധിച്ചേട്ടനോട് സ്നേഹമുള്ള വ്യക്തിയാണോ മറ്റേ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ചുണ്ടുകടിയും കാര്യങ്ങളൊക്കെ കാട്ടിക്കൊണ്ടിരുന്നത്? ആണോ? ബാക്കി കാണാം. കാരുണ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സിമ്പതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനെ വച്ച് അതിനെ വച്ചിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ വളരെ അവനിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന, അതായത് അല്ലാണ്ട് സുധിയുടെ മരണത്തെ അവനൊരിക്കലും എടുത്തിട്ട് അവന് ജീവിക്കാനുള്ള ഒരു വരുമാനമാക്കിയൊന്നും അവൻ മാറ്റിയില്ല. അപ്പോൾ അതൊക്കെ അവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. പക്ഷെ ആ പയ്യനെക്കുറിച്ച് ഒരുപാട് വന്നിട്ടുണ്ട് ആരോപണങ്ങൾ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അവനതിനെയൊക്കെ വളരെ പക്വതയുടെയും പാകതയുടെയും തന്നെ നേരിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
എനിക്ക് അവനെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നണതേ, ഈ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടൊരു മക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സായിരിക്കും അവരുടേത്. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ അവന് പരിപൂർണ സ്നേഹവും സംരക്ഷണവും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അച്ഛനമ്മ എന്ന് പറയുന്നത് അതൊരു വലിയ അത് അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്കതിൻ്റെ വില അറിയുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, മനോജേട്ടാ പറഞ്ഞത് കറക്റ്റായിട്ടൊരു കാര്യമാണ് ശരിക്കും. ഓക്കെ, കുഞ്ഞിലെ അമ്മ ഉപേക്ഷിച്ച് പോകുന്നു, അച്ഛന് സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഇട്ട് അച്ഛൻ സ്റ്റേജിന്റെ ബാക്കിലൊക്കെ കൊണ്ട് തൊട്ടിയൊക്കെ കിട്ടിയിട്ടാണ് ഇവനെ രാത്രി ഉറക്കി കിടത്തുന്നത് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് രേണുസുതി ജീവിതത്തിലോട്ട് വരുന്നു. പുള്ളിക്കാരി നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്, ശരിയായിരിക്കാം, നോക്കി കാണും. പക്ഷെ ആ ഒരു സുധിയുടെ മരണത്തിന് ശേഷം ശരിക്കും പിന്നെ അവരുടെ ലൈഫിൽ അവർക്കിടയിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. ചിലപ്പോൾ ഈ പുള്ളിക്കാരി ഓരോ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയത് ചിലപ്പോൾ ഈ പയ്യൻ ഒരു നാണക്കേട് ഉണ്ടായത് കൊണ്ടാവാം ഈ പയ്യൻ വിട്ടു മാറി നിന്നത്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചു സുധിക്ക് ആരുമില്ല. അച്ഛൻ്റെ വീട്ടുകാരെന്ന് പറയുന്ന ഒരു അമ്മുമ്മയുണ്ട്, പിന്നെ അച്ഛൻ്റെ ഒരു നേർ സഹോദരനുണ്ട്, വേറെ ആരുമില്ല. അപ്പോൾ ഇനി ജീവിതം ശരിക്കും ഒന്നേന്ന് കെട്ടിപ്പടുത്തണം, എല്ലാം ഒന്നേന്ന്. ഒരു ഭൂമി വാങ്ങി വീട് വെച്ച് വിവാഹം കഴിച്ച് നല്ലൊരു ജോലിയായി ഒന്നേന്നെല്ലാം തുടങ്ങണം. ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു വ്യക്തിയാണ് അത്. നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ബാക്കിയാണ് ഇപ്പം ഈ അടുത്തിടെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ, ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ഒരു വാർത്ത, അമ്മയുടെ തലക്കടിച്ചു മകൻ, ഒരു അമ്മയുടെ തലക്കടിച്ചു കൊന്നു, പെറ്റമ്മയുടെ. ഇന്നലെ അച്ഛനെ തലക്കടിച്ചു കൊന്നു ഒരു മകൻ. പിന്നെ അതിനു മുമ്പ് ഒരു അച്ഛനെ അമ്മയും കൊന്നു ഒരു മകൻ. ഇതൊക്കെ ചെറുപ്പക്കാരാ, 20-22 വയസ്സൊക്കെയുള്ള പിള്ളേരാണ് ഈ പറയണത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിനു മുമ്പ് അപ്പോൾ തന്നെ ഞാൻ കേട്ട ഒരു അമ്മയുടെ മാല അവനും മകനും കൂട്ടുകാരനും കൂടെ വീട്ടിൽ നിന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പോയി. രണ്ടൊക്കെ തന്നെ പിടിച്ച് ഇപ്പം എല്ലാം ഉണ്ട് അഴിക്കുള്ളിൽ. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭയാനകമായ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കുട്ടികൾ ഈ പ്രായത്തിലുള്ള പിള്ളേർ ഇങ്ങനെ ആയിപ്പോകും? അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് ലാവിഷായിട്ട് ജീവിക്കാൻ പൈസ വേണം. അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് ഒരു ATM പോലെയാണ്. അത് പൈസ കൊടുത്തില്ലെങ്കിൽ ആ ATM തല്ലിപ്പൊളിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ്. ലഹരിക്ക് അടിമപ്പെടുക, അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള മനസ്സ്, ക്രൂരമായ മനസ്സ്, മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അത്രയും വലിയൊരു, എന്താ പറയുക, മൃഗങ്ങൾക്ക് പോലും ചെയ്യില്ല അങ്ങനെയൊന്നും. അതുപോലത്തെ മനസ്സാണ് ഈ മനുഷ്യർക്കുള്ളത്. ഈ തലമുറയ്ക്ക് എന്ത് പറ്റി? ഇവിടെ നമ്മളിത് നമ്മളുടെ മകനാണ്, നമ്മുടെ വീട്ടിലൊരു 20-22 വയസ്സൊക്കെയുള്ള ഒരു മകനുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. ആ മകനെ പോലും നമുക്കിങ്ങനെ ഭീതിയോടെ കാണേണ്ട അവസ്ഥയാണ്. കാരണം ദൈവമേ, നമ്മളെ വല്ല ആക്രമിക്കുമോ, നമ്മളെ കൊല്ലുമോ? കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ചെയ്യുകയല്ലേ. ഇവിടെയാണ് ഞാൻ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ, സത്യം പറഞ്ഞാൽ അവന് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസ് ഉണ്ടായിട്ടും അവൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ സംഭവിച്ചിട്ടൊന്നും എനിക്കറിയില്ല. ഞാൻ അവനെ കണ്ടിട്ടും കൂടിയില്ല. പക്ഷേ അവനെ ഇരിക്കുന്നതും സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാം, വളരെ പാകതയും പക്വതയുള്ള, ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് വീക്ഷണമുള്ള, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണം, പഠനം പൂർത്തിയാക്കണം, സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് സ്വപ്നങ്ങളുണ്ട് അവന്. അതൊക്കെ അവന് ചെയ്യണം എന്നുള്ള, അതിന് വേണ്ടിയിട്ട് അവനിൽ എന്താണോ കഴിവുള്ളത് അത് വെച്ച് അവൻ ചെയ്യുന്നു. അല്ലാണ്ട് ആരും അച്ഛൻ്റെ മരണത്തെ ചൂഷണം ചെയ്ത് അച്ഛൻ്റെ മരണത്തിൻ്റെ പേര് പറഞ്ഞ് കാരുണ്യം കൈപ്പറ്റാനോ, ക്യാമറകളെയൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഒന്ന് എടുക്കൂ, എന്നെ ഒന്ന് എടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ, എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ല അവൻ. അതൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ സമൂഹത്തിൽ. സത്യമാണ് ഈ മനോജേട്ടൻ പറഞ്ഞത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശരിക്കും ഒരൊറ്റ യൂട്യൂബേഴ്സ് പോലും രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു രീതിയിൽ പോലും റിയാക്ട് ചെയ്തോ വീഡിയോ ചെയ്തോ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ സന്ദീപേട്ടൻ്റെ അറസ്റ്റിന് ശേഷം ആരും അതേവരെ ചെയ്തിട്ടില്ല. ഒരു രീതിയിലും ചെയ്തിട്ടില്ല. അതിന് മുമ്പും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കുറച്ചാൾ. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം, ഒരു ലൈം ലൈറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി വേണം, ഒരു റീച്ച് വേണം എന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ടായിരിക്കാം ഏതോ ഒരു തുക്കട ഓൺലൈൻ മീഡിയയെ വീട്ടിൽ വിളിച്ച് വരുത്തിയിരുത്തി ഈ പയ്യനെ പറ്റിയും ഈ പയ്യൻ്റെ അമ്മുമ്മ, അച്ഛൻ്റെ സഹോദരങ്ങളെ ഇവരെല്ലാം പറ്റിയിരുന്ന് കുറ്റങ്ങൾ മാത്രം പറഞ്ഞൊരു 2 വീഡിയോ ആ ചാനലുകാർ ഇട്ടിട്ടുണ്ട്. ചാനലുകാരെ പറയണ്ട, ഇനി പൈസ കൊടുത്ത് വിളിച്ചു വരുത്തി എടുപ്പിച്ച് ഇതുപോലെ അപ്ലോഡ് ചെയ്യിപ്പിച്ചതാണോ എന്ന് പോലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ സംശയമേ ഉള്ളൂ, ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ മനോജേട്ടൻ പറയാതെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധിയുടെ മരണത്തെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്തൊരു വ്യക്തി ഈ
രണ്ടാം ഭാര്യയായ രേണുസുതി തന്നെയാണെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ബാക്കിയാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. അതിനെ ചൂഷണം ചെയ്യുക, എന്നിട്ട് സഹതാപം ഉണ്ടാക്കുക, സിമ്പതിയുടെ പുറത്ത് കുറച്ച് ഡോളേഴ്സ് എന്ന് പറയുന്ന പോലെ സിമ്പതിയുടെ പുറത്ത് ഇങ്ങനെ ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. കുറച്ച് നാൾ ക്യാമറകൾ കണ്ടില്ലെങ്കിലോ ക്യാമറകളില്ലെങ്കിലോ അവർക്ക് അസ്വസ്ഥതയാവും. അപ്പം തന്നെ ആരെങ്കിലും വിളിക്കും, ഒരു ഇൻ്റർവ്യൂ നടത്തുക, അല്ലെങ്കിൽ ഒരു ഉഗ്രം കോൺട്രവേഴ്സി, ഒരു വിവാദം ഉണ്ടാക്കുക, എന്നിട്ട് അതൊന്ന് ചർച്ച ചെയ്യുക എല്ലാവരും. അങ്ങനെ അവരുടെ ജീവിതത്തിൽ, അവർക്ക് ജീവിതത്തിൽ സമൂഹത്തിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ആളുകളുടെ സിമ്പതി വാങ്ങിച്ചു പറ്റിയിട്ട് വേണം ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് ഈ കള്ളത്തരങ്ങളും കള്ളനാണയങ്ങളെയൊക്കെ കാലം തിരിച്ചറിയും. അത് തിരിച്ചറിയും. അത് ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ മനസ്സിലാക്കും. അത് എന്തിനേയും വച്ച് സഹതാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഇവൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവൻ അതൊന്നും ചെയ്യുന്നില്ല. അതാണ് ഇവൻ്റെ ക്വാളിറ്റി. ഇന്നത്തെ ചെറുപ്പക്കാരൻ അവൻ കണ്ടുപിടിക്കട്ടെ അവൻ്റെ ഈ ഒരു ആർജവം. അവനൊരു വീട് പണിയണം, അവനൊരു സ്ഥലം വാങ്ങിക്കണം, ഈ വർഷമെങ്കിലും എനിക്ക്, അടുത്ത വർഷമെങ്കിലും എനിക്കൊരു സ്ഥലം വാങ്ങിക്കണം. അവൻ്റെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളിലേക്ക് അവൻ വെറുതെ ഇരിക്കുകയല്ല. അവൻ അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എനിക്ക് താന്നും പറഞ്ഞാലിരിക്കണം. അതിന് വേണ്ടിയിട്ട് അവൻ ഓരോന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നു. അവൻ്റേതായ രീതിയിൽ അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അവനത് ചെയ്താണ് അവൻ പോകുന്നത്. അത് അവൻ്റെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ചെറുപ്പക്കാർക്കൊരു മാതൃകയാണ്. അവനൊരു 10 കാശ് അവൻ്റെ സ്വന്തം കാലിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതാരെയും വിറ്റിട്ടോ ആരെയും ചൂഷണം ചെയ്തിട്ടല്ല. അതുകൊണ്ട് പൊന്നു മോനെ കിച്ചു, നിനക്കുണ്ടടാ നിൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. നീ അനാഥനൊന്നുമല്ല. ഈ കേരളത്തിൽ ഒരുപാട് പേര് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, സുധിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ നിനക്ക് തീർച്ചയായിട്ടും നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നെ സ്നേഹിക്കുന്നവർ, നിനക്ക് അനുഗ്രഹം തരുന്നവർ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഒരു പിതാവിനെ പോലെ അല്ലെങ്കിൽ പിതൃസ്ഥാനത്ത് അതുപോലെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അത് നിനക്ക് തീർച്ചയായിട്ടും നിനക്ക് എൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിനക്ക് പൂവണിയട്ടെ മോനെ. നീ ഒരു യുവതലമുറയ്ക്ക് ഒരു മാതൃകയായി നീ മാറണം. അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അനാഥനാണെങ്കിലും ഞാൻ ഇങ്ങനെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല വഴികളിലൂടെ പോയി, യാതൊരു മോശം കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ മോശം വഴികളിലൂടെ പോവാതെ യുവതലമുറയ്ക്ക് നീ ഒരു മാതൃകയായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് നീ ഒരു അഭിമാനമായിട്ട് മാറണം. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് കിച്ചുവിനോട് പറയാനുള്ളത്. കിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ മനോജേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഇടയ്ക്ക് രേണുസുതിക്കിട്ട് 2 കുത്തും പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മനോജേട്ടൻ പറഞ്ഞ ഓരോ കാര്യങ്ങളോടും നിങ്ങളുടെ യോജിപ്പ് എങ്ങനെയാണ്? നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണേ. എനിക്ക് ശരിക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നും ആരുടെ കൂടെ ആണെന്നുള്ള കാര്യം കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. അതും കൂടെ ഒന്ന് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കമൻസ് ഇടാൻ മറക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, കമൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ കമൻസ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.